ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് കാണുകയുണ്ടായി. അതായത് ടീച്ചേഴ്സിന് ഏറ്റവും സ്ട്രെസ്സ് കുറവുള്ളത് ഏത് കരിക്കുലത്തിലാണ് എന്നുള്ള ഒരു കമൻറ്റ് കാണുകയുണ്ടായി. അപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾ ഉദ്ദേശിച്ചത് അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലെക്സിബിളായിട്ട് ഭയങ്കരമായ പ്രഷർ ഇല്ലാതെ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് ഏത് കരിക്കുലം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ UAE പോലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് കരിക്കുലത്തിലുള്ള സ്കൂൾസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കരിക്കുലത്തിലുള്ള ഒരുപാട് സ്കൂൾസ് ഉണ്ട്, പിന്നെ ബ്രിട്ടീഷ് കരിക്കുലം ഉണ്ട്, അമേരിക്കൻ കരിക്കുലം, IB കരിക്കുലം തുടങ്ങിയിട്ട് ഒരുപാട് കരിക്കുലത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്കൂൾസ് ഉള്ള ഒരു കൺട്രിയാണ് UAE. അപ്പോൾ ഇതിൽ ഓരോ കരിക്കുലത്തിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി, അതിൻ്റേതായ സ്ട്രക്ചർ, അതിൻ്റേതായ സിലബസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കരിക്കുലം വെരി ഈസി അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെ ടീച്ചിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നാട്ടിൽ പഠിപ്പിച്ചതും ഇവിടെ പഠിപ്പിച്ചതും വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ടീച്ചിങ്ങും ഇവിടുത്തെ ടീച്ചിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നാട്ടിൽ നമ്മൾ വർക്ക് ഉണ്ടാവും, പക്ഷെ എന്നാലും ഇത്രമാത്രം ഒരു വർക്ക് പ്രഷറും ഇത്രമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിൽ നമ്മൾ ആ ക്ലാസ്സിൽ പർട്ടിക്കുലർലി ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനാണ് നാട്ടിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു 1 hour ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 40 minute ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ നോളജ് കൺവേ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഇവിടെ ആ ഒരു 1 hour ക്ലാസ് അല്ലെങ്കിൽ 40 minute ക്ലാസ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ലെസൺ പ്ലാൻ, അതിന് മുമ്പ് വീക്ക്ലി പ്ലാൻ, പിന്നെ നമ്മുടെ സിലബസ് പ്രിപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു 40 minute ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതാണ് മെയിൻ ഒരു വർക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിന് വരുന്നത്. അപ്പം നിങ്ങൾ കരിക്കുലം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഓരോ കരിക്കുലത്തിൻ്റെയും സ്പെഷ്യാലിറ്റീസും എനിക്ക് അറിയുന്നത്, എല്ലാ കരിക്കുലം എനിക്കറിയില്ല, എനിക്കറിയുന്നത് ഞാൻ വർക്ക് ചെയ്തത് വെച്ചിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കരിക്കുലം അതായത് CBSE സ്കൂൾസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ടാവും. സത്യമായിട്ടും നല്ല വർക്കുണ്ട്. നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ ടു സ്കൂൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ള വർക്കൊക്കെ നല്ല അത്യാവശ്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ആക്ടിവിറ്റിയും ഇതും ഇപ്പോൾ ഇൻസ്പെക്ഷൻ വന്ന അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ നല്ലൊരു വർക്ക് CBSE സ്കൂൾസിലുണ്ട്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് CBSE സ്കൂൾസിലാണ്. അതായത് കുട്ടികളൊക്കെ ഏകദേശം നമ്മുടെ കുട്ടികളായിരിക്കും, അതായത് ഇന്ത്യൻ കുട്ടികളായിരിക്കുമല്ലോ, അതിലും ഭൂരിഭാഗം മലയാളി കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, അവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നതിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് CBSE സ്കൂൾസ് അല്ലെങ്കിൽ ഇന്ത്യൻ കരിക്കുലം സ്കൂൾസ്. അത് കഴിഞ്ഞ് നേരെ ബ്രിട്ടീഷിൽ വരുവാണെങ്കിൽ ബ്രിട്ടീഷിൽ നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ കുറവായിരിക്കും, എസ്പെഷ്യലി മലയാളി കുട്ടികൾ കുറവായിരിക്കും, കാണുമായിരിക്കും. ഞാൻ പഠിപ്പിച്ച സ്കൂളിലൊന്നും എനിക്ക് തീരെ മലയാളി കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്നിടത്തും ഒരു കുട്ടി എങ്ങാനും ഏതോ ഒരു ക്ലാസ്സിലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല നാഷണാലിറ്റീസുള്ള കുട്ടികളായിരിക്കും മെയിനായിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടാവാം. ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ CBSE സ്കൂൾസിലുള്ള അത്രയും ബാക്ക് വർക്ക് അത്രയും കാണില്ല. പിന്നെ ജംസ് പോലെയുള്ള സ്കൂളിൽ അത്യാവശ്യം അവരുടേതായ പല ഇൻസ്പെക്ഷനും ഇൻറ്റേർണൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വർക്കുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ ഈ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ എനിക്ക് CBSEയുടെ അത്രയും വർക്ക് ലോഡ് ഫീൽ ചെയ്തിട്ടില്ല ബ്രിട്ടീഷിൽ. ഓക്കെ, പിന്നെ പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നത് ഹയർ ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഡെപ്തിലാണ് സിലബസ് പോകുന്നത്. നല്ല CBSE പോലെ വാസ്റ്റായിട്ടല്ല, പക്ഷേ ഉള്ള കാര്യങ്ങൾ നല്ല ഡെപ്തിലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല പ്രിപ്പറേഷൻ ചെയ്യണം. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അപ്പോൾ ആ രീതിയിൽ പഠിപ്പിക്കണം. പിന്നെ നമ്മൾ CBSE നമ്മുടെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് റെസ്പെക്റ്റ്, ക്ലാസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് കിട്ടിയൊരു ഇത്. പിന്നെ നമ്മൾ അമേരിക്കൻ കരിക്കുലം നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എനിക്ക് ബ്രിട്ടീഷും അമേരിക്കനും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അമേരിക്കനിലും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കനിൽ നമ്മുടെ ഒരുപാട് നോളജ് നമുക്ക് ആവശ്യമില്ല.
അവർക്ക് ഒരു എക്സ്റ്റേണൽ എക്സാമും അങ്ങനെയുള്ള നമ്മൾ CBSEയിലും ബ്രിട്ടീഷിലൊക്കെ ഉള്ള പോലെ എക്സ്റ്റേണൽ ഒരു എക്സാമൊക്കെ കുറവാണ്. കൂടുതലും സ്കൂളിൽ കൊടുക്കുന്ന ഇൻറ്റേർണൽ എക്സാംസാണ് കൂടുതലും. അപ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് സിലബസ് നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്കത് ആ കാര്യങ്ങൾ പഠിപ്പിക്കാം, അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇടാം. അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മൾ സബ്ജക്റ്റ് നോളജ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള നോളജ്, ഭയങ്കര സബ്ജക്റ്റിലുള്ള പ്രിപ്പറേഷൻ അത് നമുക്ക് കുറവായിരിക്കും. പക്ഷേ ഈ കുട്ടികൾ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ഞാൻ അമേരിക്കനിൽ കണ്ടിട്ടുള്ളത്. പിന്നെ മീൻസ് വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങനെയല്ല, ഭയങ്കരമായ സിലബസ് ഒന്നും വേണ്ട, നമ്മൾ കാംബ്രിഡ്ജ് പോലുള്ള ഇതിൻ്റെ എക്സാമൊന്നും എഴുതേണ്ട, അവർക്ക് നോർമലായിട്ട് മതി, മാർക്ക് മതി എന്ന് ഉള്ള കൺസിഡറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികൾ കൂടുതലും ലോക്കൽസാണ് ഈ അമേരിക്കൻ കരിക്കുലത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള വളരെ ഇതായിട്ടുള്ള സബ്ജക്റ്റ് നോളജ് വേണ്ട, പക്ഷേ മോസ്റ്റ്ലി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ധാരാളം സമയം ചിലവഴിക്കേണ്ടി വരും. ആ തരത്തിലുള്ള വർക്ക്, അതായത് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ, അവർക്ക് ഭയങ്കരമായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഡീപ്പ് ഇല്ലെങ്കിലും നമ്മളവർ ക്ലാസ് മാനേജ്മെൻറ്റ് കുറച്ച് കഷ്ടമാണ് അമേരിക്കനിൽ. അപ്പോൾ ഇത്രയും ഒരുപാട് കുട്ടികളും കാണും. അപ്പോൾ അവരൊന്ന് മാനേജ് ചെയ്ത് ഇരുത്താൻ, അവരുടെ ആ ഒരു ലെസൺ, ആ ഒരു ടോപ്പിക്ക് ഇൻറ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നതാണ് അമേരിക്കനിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെന്ന് ഓരോ കരിക്കുലത്തിനും അതിൻ്റേതായ ഇതുണ്ട്. അപ്പം അതിൻ്റേതായ വർക്ക് ലോഡും ഉണ്ട്. പിന്നെ ആസ് എ ഫ്രഷർ, എസ്പെഷ്യലി നമ്മൾ മലയാളീസൊക്കെ ആകുമ്പം ഈ അമേരിക്കൻ ബ്രിട്ടീഷ് പോലെയുള്ള സ്കൂളുകളിൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കൂൾസ്, CBSE സ്കൂൾസിലായിരിക്കും. അപ്പോൾ അവിടെയാണ് നമുക്കൊരു സ്റ്റാർട്ട് വേണ്ടത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി കരിക്കുലത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് സാലറിയിൽ മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ വർക്ക് ലോഡ് ചെറിയൊരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ടിപ്പിക്കലി നമുക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ളൊരു കൺസെപ്റ്റ് ഇല്ലേ, നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ടീച്ചറാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ CBSE സ്കൂൾസിൽ, നമ്മുടെ ഇന്ത്യൻ സ്കൂൾസിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഈവൻ ദോ വർക്ക് ലോഡ് ഉണ്ടെങ്കിലും. പക്ഷേ മറ്റ് സ്കൂളിലൊന്നും നമുക്ക് ആ ഒരു ഇത് തീരെ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. അങ്ങനെയാണ്, നമുക്ക് അത്രത്തോളം ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഞാൻ ഈ 3 കരിക്കുലം, എനിക്ക് ഈ 3 കരിക്കുലത്തിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം വേറെ കരിക്കുലംസ് ഉണ്ട്, അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് 3 ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.